അപ്പം കുറേ ദിവസങ്ങൾക്ക് ശേഷമുള്ള വീട്ടിൽ നിന്നുള്ള ലഞ്ച് കഴിക്കലാണ്. അപ്പോൾ ഇന്ന് പള്ളിയിൽ നിന്ന് ബീഫ് കിട്ടിയിട്ട് ഇതുവരെ ഒന്നും ചെയ്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് ഇച്ചിരി ഇറച്ചിച്ചോറ് വല്ലപ്പോഴൊക്കെ ഇച്ചിരി കഴിക്കുന്നുണ്ടെന്നും ഒരു കുഴപ്പമില്ലല്ലോ, വായോ. അപ്പോൾ ഇന്ന് നമ്മുടെ ഇറച്ചിച്ചോറാണേ, ആവി അടിക്കുന്നു മറ്റേ. അപ്പോൾ ആവി അടിച്ച് ഇത് തുറന്നതേ ഉള്ളൂ കേട്ടോ. കാര്യം ഇന്ന് ഇച്ചിരി ഓട്ടമായിരുന്നു, എല്ലാം കഴിഞ്ഞ് വന്ന് എന്തായാലും ഇന്ന് ഇത് വെക്കണമെന്നുള്ള ഒറ്റ ഇതിൽ വന്നതാണ്. അപ്പോൾ അതേ നല്ല ചൂട് ഇറച്ചിച്ചോറ് റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരിച്ചിരി അച്ചാറ്. പിന്നെ രാവിലെ മോന് സ്കൂളിൽ കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സാലഡാണ് കേട്ടോ. കോണും നമ്മുടെ എന്താ പറയുക പൈനാപ്പിളും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു യോഗേർട്ട് വെച്ചുണ്ടാക്കിയ സാലഡാണ്. പിന്നെ ഇത് മല്ലിയും തുളസിയും കൂടിയിട്ട് തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ. ഒരുപാട് പ്രയോജനമുള്ളതാണ് ഈ മല്ലിയിട്ട് വെള്ളം തിളപ്പിക്കുന്നുണ്ട്. നമ്മുടെ ദേഹത്തെ നമ്മുടെ ചൂട്, നമുക്ക് ചിലർക്ക് ഭയങ്കര ഉഷ്ണം ഉണ്ടാവില്ല, അത് കുറയും. അതുപോലെ നമ്മുടെ ബ്ലഡ് ഷുഗർ കുറയാൻ നല്ലതാണ്. പ്രമേഹത്തെ നിയന്ത്രിക്കാൻ നല്ലൊരു സംഭവമാണ് ഈ മല്ലിയിട്ട് വെള്ളം. അതുപോലെ നമ്മുടെ ചർമ്മത്തിന് നല്ലതാണ്, ഉറക്കം കിട്ടാൻ നല്ലതാണ്. ഇന്നത്തെ ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ള ഒരു കാര്യമാണ്. കിടക്കുന്നതിന് മുന്നേ ഒരു ഗ്ലാസ് മല്ലി ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുക, ഉറക്കം കിട്ടാനും നല്ലതാണ് കേട്ടോ. അതെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ച് സ്പെഷ്യൽ ഇങ്ങനെയാണ്. പനി ആയതുകൊണ്ട് ബാക്കി രുചിയെല്ലാം പോയി കിടക്കുകയാണ്. അപ്പോൾ വെച്ചിട്ട് തുറന്നപ്പോഴേ എൻ്റെ കെട്ടിയും ചോദിക്കുന്നത് കൊള്ളാവോ എന്ന്. തന്നെ തിന്നു നോക്കാം അല്ലേ. എന്തായാലും ഇറച്ചിച്ചോറ് ഈ അരിക്ക് വെച്ചാലേ ഒരു രുചി കാണത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. എന്തായാലും എൻ്റെ സ്പെഷ്യൽ ഇറച്ചിച്ചോറാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ ഇങ്ങനെയാണ്.